വിശ്വാസത്തെ ചേർത്ത് നിർത്താതെ വർഗീയതയെ പ്രതിരോധിക്കാനാവില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷ ഭരണത്തെ കോലീബി സഖ്യമുണ്ടാക്കി തട്ടിയെടുക്കാനുള്ള ശ്രമമെന്നും ഇതിന്റെ കോർഡിനേറ്റർ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. അമിത്ഷാ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, അത് വളരെ ഗൗരവമുള്ളതാണ്. അമിത്ഷാ പറഞ്ഞു, ഈ ലോകത്ത് മാർക്സിസ്റ്റുകാർക്ക് ഒരേ ഒരു ഭരണം മാത്രമേ ഉള്ളൂ, അത് കേരളത്തിലാണ്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങൾ കൂട്ടിക്കും എന്നാണ്. BJPക്ക് കൂട്ടിക്കാനാവൂല എന്നെല്ലാവർക്കും അറിയാലോ. പിന്നെ ആരെ കൊണ്ട് കൂട്ടിക്കും എന്നാണ് പറഞ്ഞത്? VD സതീശനും കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയണം. അതിനോട് പ്രതികരിച്ചിട്ട് പോലുമില്ല. കോലീബി സഖ്യം, കോൺഗ്രസ്, BJP, ലീഗ്, അതിൻ്റെ ഒപ്പം ജമായത്തെ ഇസ്ലാമിയും. അങ്ങനെ ജമായത്തെ ഇസ്ലാമി, കോൺഗ്രസ്, ലീഗ്, BJP സഖ്യത്തിൻ്റെ ഓർഗനൈസറാണ്, കോർഡിനേറ്ററാണ് VD സതീശൻ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്നെനിക്കറിയാം. ആ കോർഡിനേറ്ററുടെ പണിയാണ്, നിങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ പണിയല്ല. എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് പ്രതിപക്ഷ നേതാവിന്, മന്ത്രിക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും. അതെല്ലാം വാങ്ങിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജോലിയാണ്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തം, വർഗീയതയെ കൂട്ടിച്ചേർത്താണ് നിങ്ങൾ പോകുന്നത്. അതിൽ BJPയെ നിങ്ങൾ ഒഴിവാക്കുന്നില്ല. ഇവിടെ അമിത്ഷാ പറഞ്ഞതിന്റെ അർത്ഥം അതുകൂടിയാണ്. വർഗീയത പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം വിശ്വാസികളാണെന്നും വിശ്വാസത്തെ ചേർത്ത് നിർത്താതെ വർഗീയതയെ പ്രതിരോധിക്കാനാവില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വർഗീയതയും മതവും ചിലർ ഉപയോഗപ്പെടുത്തുന്നു എന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വർഗീയതയെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ കരുത്ത് വിശ്വാസികൾ തന്നെയാണ്. വിശ്വാസി സമൂഹത്തെ ചേർത്ത് നിർത്താതെ വർഗീയതയെ പ്രതിരോധിക്കാനാവില്ല. വിശ്വാസികളായതും തന്നെ വർഗീയവാദികളല്ല. ഈ നിൽക്കുന്ന നിങ്ങളാരെങ്കിലും വർഗീയവാദിയാണോ? അല്ല. വർഗീയവാദിക്ക് വിശ്വാസമില്ല. അവൻ രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ വർഗീയവാദികളെ തിരിച്ചറിയണം. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നും കേരളത്തെ മാറ്റി നിർത്താനാണ് BJPയുടെ ശ്രമം. എന്നാൽ ലോകം അറിയുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. LDF സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. മറുപടി ഇതാണ്: പാവങ്ങൾ എന്ന പദം മലയാള നിഘണ്ടുവിൽ ഉണ്ടാവില്ല. MV ഗോവിന്ദൻ വ്യക്തമാക്കി. നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ മോട്ടീവ് എന്താണ്? ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. മറുപടി വളരെ പെട്ടെന്ന് പറയണമെങ്കിൽ പ്രയാസമാണ്. കാരണം 900 എണ്ണാണ് പ്രകടന പത്രികയിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞ് രണ്ടാമത് വന്നപ്പോൾ. അപ്പോൾ ഒരുപാട് പറയേണ്ടി വരും. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. ആ ഒറ്റ കാര്യം പറഞ്ഞത് ടൈംസ് എഴുതിയിട്ടുള്ള അത് എൻ്റെ മനസ്സിലുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? ഈ മലയാളത്തിൽ, കേരളത്തിൽ ഇപ്പോഴും ഞാൻ ഉൾപ്പെടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെല്ലാം പറയുമ്പോൾ പാവപ്പെട്ടവർ എന്നൊക്കെ പറയുന്നില്ലേ? ഇല്ലേ? എല്ലാവരും പറയുന്നില്ലേ? പാവങ്ങൾ, പാവപ്പെട്ടവർ എന്നെല്ലാം. ഞാൻ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലുള്ള ഞങ്ങളുടെ ഇടപാട്, ഞങ്ങളുടെ നിലപാട് ഈ കേരളത്തിലെ മലയാള നിഘണ്ടുവിലുള്ള ഈ പാവപ്പെട്ടവർ, പാവങ്ങൾ എന്ന പദാവലി നേരത്തെ ദ ടൈംസ് പറഞ്ഞതുപോലെ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ഞങ്ങൾ മാറ്റുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങാടിപ്പുറത്തെ സ്വീകരണം കഴിഞ്ഞ് പെരിന്തൽമണ്ണയിലെത്തിയ വികസന മുന്നേറ്റ ജാഥയെ ട്രാഫിക് ജംഗ്ഷനിൽ ഏരിയ സെക്രട്ടറി E രാജേഷും മണ്ഡലം നേതാക്കളും സ്വീകരിച്ചു. വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും പൂക്കാവടിയുടെയും കലാപ്രകടനങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരണ വേദിയായ ചെറുകാട് കോർണറിലേക്ക് ആനയിച്ചു. സ്വീകരണ യോഗത്തിൽ MA അജയകുമാർ അധ്യക്ഷത വഹിച്ചു.
CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, ജാഥ അംഗം KS സലീഖ, CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ 150 കോടി രൂപ മുതൽ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച രജത ജൂബിലി കെട്ടിട സമുച്ചയം ഫെബ്രുവരി 14 രാവിലെ 9:30 ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം.